എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വടക്കേ ഇന്ത്യയിൽ ലിംഗസ്ഫോട എന്ന ഒരു സ്ഥലത്തെ ക്ഷേത്രത്തിലെ ശിവലിംഗത്തെ കുറിച്ചാണ്. ഈ ശിവലിംഗത്തെ നരസിംഹമായാണ് ആരാധിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം കേട്ടോളൂ. ഒരു വിഷ്ണു ഭക്തൻ നരസിംഹമന്ത്രം ജപിച്ചുകൊണ്ട് ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കാട്ടിലെ ആദിവാസി മേധാവിയുടെ മകൻ അവനെ കണ്ടുമുട്ടുകയും അവനുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. തനിക്ക് വേറെ ചില ജോലികൾ ഉള്ളതിനാൽ തൻ്റെ ശിവലിംഗത്തിന് പൂജ ചെയ്യാൻ ആദിവാസി യുവാവ് വിഷ്ണുഭക്തനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഭക്തൻ നരസിംഹദേവനെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കില്ലെന്നും ശിവൻ അർത്ഥദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് മഹാദേവനെ പരിഹസിച്ചു. ശിവലിംഗത്തെ ആരാധിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞ് വാള് കാട്ടിക്കൊണ്ട് ആദിവാസി ഭക്തനെ ഭീഷണിപ്പെടുത്തി. ഗത്യന്തരമില്ലാതെ വിഷ്ണുഭക്തൻ ശിവലിംഗത്തെ ആരാധിക്കാമെന്ന് സമ്മതിച്ചു. ശിവലിംഗത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് അറിയാത്ത ആ പാവം ഭക്തൻ തന്നെ സഹായിക്കാൻ നരസിംഹസ്വാമിയോട് പ്രാർത്ഥിച്ചപ്പോൾ ശിവലിംഗത്തിൽ അതാ നരസിംഹരൂപം കാണുന്നു. അത് അദ്ദേഹത്തെ അത്യധികം അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ശിവലിംഗത്തിൽ വൈഷ്ണവ തിലകം ചാർത്തുകയും ശംഖ് വിളിച്ച് ശിവലിംഗത്തിന് മുകളിൽ പാലഭിഷേകം ചെയ്യുകയും ശേഷം വിഷ്ണു ആചാരപ്രകാരം പൂജ ചെയ്യുകയും ചെയ്തു. മുഖ്യൻ്റെ മകൻ തിരിച്ചു വന്നപ്പോൾ ഈ കാഴ്ച കണ്ട് ക്രോധത്തോടെ ഭക്തനെ വധിക്കാനായി വാളെടുത്ത് അദ്ദേഹത്തിനെ വെട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് ശിവലിംഗം പിളർന്നു. നരസിംഹം ശിവലിംഗത്തിൽ നിന്ന് പുറത്തു വരികയും മുഖ്യൻ്റെ മകനെ നിഗ്രഹിക്കുകയും ചെയ്തു. ഇതുകണ്ട ഭക്തൻ ഞെട്ടി ശിവനെ അർത്ഥദൈവം എന്ന് വിളിച്ചതിൽ ഖേദിക്കുകയും ഹരിയും ഹരനും ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഈ സ്ഥലം ലിംഗസ്ഫോട എന്ന് അറിയപ്പെടുന്നു. ഇവിടെ ശിവലിംഗത്തെ നരസിംഹമായാണ് ആരാധിക്കുന്നത്. നന്ദി.